പ്രശ്നമുള്ള കാര്യമല്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ ഒരു ചരിത്രമുണ്ട്. ആരാണ് പ്രിയപ്പെട്ടവരെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആദരവാകുന്ന പ്രവാചകനാകുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളാണ്. ദാമ്പത്തിക ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ മാതൃകയാരാ? മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബമാണ്. ആ പ്രിയപ്പെട്ട മുത്ത് റസൂലിന്റെ പൊന്നുമോളാണ് പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം, അതോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ മലിയാരിതങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ലോകത്തുള്ള സർവ്വ ദമ്പതിമാർക്കും എന്റെ പ്രിയപ്പെട്ടവരെ മനപ്പാടമാണ്. അത്രത്തോളം മാതൃകാപരമാകുന്ന ജീവിതമാണ് ഫാത്തിമ ബീവി മലിയാരിതങ്ങളും കാണിച്ചു തന്നിരിക്കുന്നത്. നീണ്ടൂര് ചിറ്റാറ്റുകര ജമാഅത്തിന്റെ പരിസരത്തിരുന്നു കൊണ്ട് ആശിഖ് ധാരമിയുടെ വഅദ് കേൾക്കുന്നവരെ, കേരളത്തിന്റെ അകത്തും പുറത്തിരുന്നു കൊണ്ട് വഅദ് ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, ഇതാ നിങ്ങളോട് ഞാൻ ഫാത്തിമ ബീവിയുടെ ചരിത്രം ഇതാ പറയാൻ പോവുകയാണ്. ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കണ്ട് കല്യാണം കഴിക്കാത്ത പാവപ്പെട്ട നൂറുകണക്കാന് ഉമ്മമാര്, പാവപ്പെട്ട പെൺകുട്ടികളല്ലോ, ആ ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് നീ ഹൈറായ വിവാഹം കൊടുക്കണേ അല്ലോ. ഫാത്തിമ ബീവിയുടെ കല്യാണം നടക്കാൻ പോകുമ്പോ അലിയാര് തങ്ങളുടെ കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിച്ചു വിടാതെ പോകുമ്പോ ഫാത്തിമ ബീവിക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത സമ്മാനം എന്തെന്നറിയോ ചെറുപ്പക്കാരാ? ഒരു രോമവസ്ത്രമാണ് മോനെ. പലനാര് നിറച്ചൊരു തലയിണയാണ് കൊടുത്തത്, 2 ആട്ടുകല്ലുകളാണ് കൊടുത്തത്, ഒരു തോൽപാത്രമാണ് കൊടുത്തത്, 2 കൂജയാണ് കൊടുത്തത്. ആരംഭ റസൂല, ആരംഭ ഹബീബ ചെറുപ്പക്കാരാ, മുത്ത് ഹബീബ ചെറുപ്പക്കാരാ. ഉഹദ് മല എന്റെ പ്രിയപ്പെട്ടവരെ സ്വർണ്ണമലയാകട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ വേണ്ടയെന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗത്തിലേക്ക് കടന്നുപോയ മുത്ത് റസൂലുള്ളാഹ്. ആ മുത്ത് റസൂലുള്ളാഹ് തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി, ഞാൻ പറഞ്ഞില്ലേ നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ്, നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ്, ഹബീബ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ നേതൃത്വം ആ ഹബീബല്ലേ? ആ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചാൽ മതി, അല്ലാഹ് എനിക്ക് സമ്പത്ത് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹ് കൊടുക്കും. എന്നിട്ടും അതൊന്നും വേണ്ട എന്ന് വെച്ച് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാന്റെ റസൂല് കൊടുത്ത കല്യാണ സമ്മാനം എന്ന് പറയുന്നത് ഒരു രോമവസ്ത്രം. നിങ്ങൾ നോക്കിയേ, ഒരു രോമവസ്ത്രം, പനനാര് നിറച്ച ഒരു തലയിണ, 2 ആട്ടുകല്ല്, ഒരു തോൽപാത്രം, 2 കൂജ. നിങ്ങൾ നോക്കിയേ, ഇതാണ് അള്ളാന്റെ റസൂല് കൊടുത്തത്. അല്ലാഹുവേ പടച്ചവനെ, ആ മുത്തു റസൂലിന്റെയും ഫാത്തിമ ബീവിയുടെയും മലിയാരിതങ്ങളുടെയും ഖദീജ ബീവിയുടെയും ആയിഷ ബീവിയുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് കൊണ്ടുപോകാനായിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളെയും ഉമർ തങ്ങളെയും സൽമാൻ തങ്ങളെയും അമ്മാർ തങ്ങളെയൊക്കെ ഇങ്ങനെ ഏൽപ്പിക്കുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചപ്പോ ആദരവാകുന്ന പ്രവാചകന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമാകുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങള്, അല്ലാഹു ഇന്ന് മദീനത്ത് പോയാൽ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളുടെ മഖാമിൽ പോയി സിയാറത്ത് ചെയ്യാതെ വരല്ലേ? ആരംഭ ഹബീബിന്റെ എല്ലാമാണ്. അബൂബക്കർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. പൊട്ടിക്കരണ്ട് കണ്ട് അബൂബക്കർ തങ്ങള് ആരംഭ ഹബീബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതാണോ നബിയെ ഫാത്തിമ ബീവിക്ക് കൊടുക്കണത്? ഇതാണോ നബിയെ നിങ്ങൾ ഫാത്തിമ ബീവിക്ക് കൊടുക്കണത്?
കരഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഒരുപാട് സ്വത്തുള്ള ആളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ. ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ അള്ളാന്റെ റസൂലിനോട് കരഞ്ഞിട്ട് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, നിങ്ങൾ ഇതാണോ നബിയെ കൊടുക്കണത്? ഞങ്ങൾക്ക് സഹിക്കണില്ല നബിയെ. ഞങ്ങളുടെ പ്രവാചകന്റെ മകള് നബിയെ, അങ്ങനെയുള്ള ആളാണോ? ഇതാണോ നബിയെ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ദുനിയാവിലുള്ളവർക്ക് ഇത് തന്നെ ധാരാളമെന്ന് ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ള പറയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നോക്കി നിങ്ങൾ, സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലേ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളാ ഇന്നും വീടിന്റെ ഉള്ളറയില് കല്യാണം കഴിക്കാൻ പറ്റാതെ കിടക്കണത്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പൊന്നി ചങ്ങാതിമാരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടു കൂടി പറയാ, ബാബുൽ ഖൈറിൽ കല്യാണം കഴിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്ത്രീധനം ചോദിച്ച് കെട്ടല്ലേ ചങ്ങാതിമാരെ. നിങ്ങൾ ഇങ്ങോട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ മേടിച്ചോളി, അല്ലാതെ അങ്ങോട്ട് ചോദിച്ച് വെറുതെ